രാജ്ഭവനിൽ മുന്നിൽ ഇപ്പോഴും സംഘർഷഭരിതമാണ് കാര്യങ്ങൾ. അവിടെ RB സ്വരൂപും ഷിജോ കുര്യനുമുണ്ട് വിവരങ്ങൾ നൽകാനായി. RB, അവിടെ എന്താണ് ടിയർ ഗ്യാസ് പോലീസ് പ്രയോഗിച്ചിട്ടുണ്ടോ? നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ് തിരുവനന്തപുരത്ത്? സംഘർഷത്തിന് ഒരു അയവും വന്നിട്ടില്ല. ഇപ്പോ പ്രവർത്തകർ SFI പ്രവർത്തകർ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നല്ലോ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിക്കുന്നത്, എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല? എറിയൂ എന്നുള്ള മുദ്രാവാക്യം വിളികളുമായിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ ആരും തിരിഞ്ഞു പോകുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ SFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. പോലീസിനോട് നിങ്ങൾ ഗ്രനേഡ് പ്രയോഗിക്കൂ എന്നുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പോലീസിന്റെ വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകരാരും തന്നെ മുമ്പോട്ട് വരാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാർച്ചിലെ പോലെ ഈ ഇത് മറികടന്ന് ഓടി രാജ്ഭവനിലേക്ക് കയറാനുള്ള ശ്രമമൊന്നും തന്നെ പ്രവർത്തകർ നടത്തിയിട്ടില്ല. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ ഒന്നാം വലയത്തിന്റെ അവിടെ ഒന്നാം ഭാഗത്ത് ബാരിക്കേഡ് കെട്ടിയ ഭാഗത്ത് ഈ SFI പ്രവർത്തകർ നടത്തുന്നുണ്ട്. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഈ ബാരിക്കേഡിന് മുകളിൽ കയറുന്നുണ്ട്. ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് വീണ്ടും കടക്കുകയാണ്. പോലീസ് ഈ ബാരിക്കേഡിന്റെ ഭാഗത്തേക്ക് വീണ്ടും പോലീസ് നീങ്ങുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് ചാടി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ പ്രവർത്തകരെ നേരിടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പോലീസിനെ വീണ്ടും വിന്യസിച്ചത്. പോലീസ് ബാരിക്കേഡിന്റെ മുകളിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഈ പ്രവർത്തകർ നേരത്തെ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. അവർ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോഴും തുടരുകയാണ്. ഈ രാജ്ഭവനെ ഈ RSSന്റെ ചുറ്റൂരം ആയിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഗവർണർ ചാൻസലറിന്റെ പ്രവർത്തികൾ ചെയ്യുന്നതിന് പകരം RSSന്റെ വാക്ക് കേട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതേ രീതിയിലാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും പ്രവർത്തിക്കുന്നത്. ഇത് അനുവദിക്കില്ല. VCയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. പിരിഞ്ഞു പോകാൻ ഇതുവരെയായിട്ടും ഈ SFI വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും അവർ പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. എറിയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വെല്ലുവിളിക്കുകയാണ്. തിരുവനന്തപുരത്ത് RB സ്വരൂപും ഷിജോ കുര്യനും ഗ്രൗണ്ട് സീറോയിൽ നിന്ന് തന്നെയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം നഗരം, പ്രത്യേകിച്ച് രാജ്ഭവന്റെ മുൻവശം കടന്നു പോകുന്നത് എന്നാണ് ഇരുവരും റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉള്ളത്. പോലീസ് 8 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പോലീസ് ബാനർ ഉയർത്തി. എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഷിജോ കുര്യനിലേക്ക് പോവുകയാണ്. ഷിജോ, പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രവർത്തകർ പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. നിലവിലത്തെ ഒരു സാഹചര്യം സംഘർഷഭരിതം തന്നെയല്ലേ? വിവരം? അത് ഈ നിലവിൽ പോലീസ് അങ്ങേയറ്റം സമീപനം പാലിച്ചു തന്നെയാണ് ഈ പ്രതിഷേധത്തെ ഇപ്പോഴും നേരിടുന്നത്. കണ്ണീർവാതകം പ്രയോഗിക്കും എന്നുള്ള മുന്നറിയിപ്പ് 3 തവണ പോലീസ് നൽകിയിരുന്നു. സാധാരണഗതിയിൽ കണ്ണീർവാതകം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് പോലീസ് സംവിധാനങ്ങൾ നൽകും. അതുപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകി ഇപ്പോഴും പോലീസ് വലിയ സംയമനത്തോടു കൂടി തന്നെയാണ് ഈ പ്രതിഷേധത്തെ നേരിടുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രവർത്തകർ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് അടക്കമുള്ള ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോഴും പോലീസ് വലിയ സമീപനത്തോടുകൂടി തന്നെ ഈ പ്രതിഷേധത്തെ നേരിടുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും